ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മളെല്ലാവരും തന്നെ ഈ നെവിൻ എന്ന് പറയുന്ന അവനുണ്ടല്ലോ, ഒരു മനുഷ്യർ പോലും വോട്ട് കൊടുക്കരുത്. ഈ ഒരു പ്രാവശ്യത്തെ എവിക്ഷൻ അവന് തന്നെയായിരുന്നു. അവൻ എവിക്റ്റ് ആവും എന്തായാലും. അവൻ എവിക്റ്റ് ആവാതിരിക്കത്തൊന്നുമില്ല. കാരണം അത്രയ്ക്കുള്ള കൂതറത്തരമാണ് ആ ഒരു ഹൗസിൽ കിടന്ന് അവൻ കാണിക്കുന്നത്. ശരിക്കും അനുമോളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഒറ്റ അടി കൊടുത്തിട്ട് ഇറങ്ങി പോരത്തുള്ളൂ. ഈ റോക്കി ബായ് ഒക്കെ ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു സീസണിലായിരുന്നു വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കുറച്ച് സാധനം അങ്ങോട്ട് തീർന്നു കിട്ടിയേനെ. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. സോ രാവിലെ തന്നെ നമ്മുടെ അനീഷേട്ടൻ വന്നിട്ട് ഫുഡിന് വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇന്നലെ 2 ടാസ്കുകൾ ഉണ്ടായിരുന്നു. അതായത് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള 2 ടാസ്കുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടാസ്കും ആൻഡ് ദെൻ ഒരു ഇതിനകത്തൂടെ ഇങ്ങനെ എന്താ പറയുക, ബോൾ ഇങ്ങനെ കൊണ്ടിടുന്ന ടാസ്ക്. അപ്പം ഈ ടാസ്കിനകത്ത് പിടിച്ചോണ്ട് നിൽക്കുന്ന ടാസ്ക് അല്ല, ആക്ച്വലി മറ്റേ സാധനം കൊണ്ട് പസിൽ വെക്കുന്ന ടാസ്ക്. അപ്പോൾ ഈ 2 ടാസ്കുകൾ ഉണ്ടായിരുന്നു. ഈ 2 ടാസ്കിനോട് ഓൾമോസ്റ്റ് 3 hours എടുത്തുള്ളൂ. അതുപോലെ തന്നെ കിച്ചൺ ക്യാപ്റ്റൻസ്, ഇപ്പം കിച്ചണിലുള്ളത് ഈ ക്യാപ്റ്റൻ 3 പേരാണ്. ആര്യനും അക്ബറും ദെൻ മറ്റേ ഇവനും നെവിനുമാണുള്ളത്. അപ്പോൾ ഈ 2 പേര് കളിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കിക്കൂടെ. പക്ഷേ ഇവന്മാർ 3 പേരും മടിയന്മാരായതുകൊണ്ട് തന്നെ 3ഉം ഉണ്ടാക്കിയിട്ടില്ല, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ രാവിലെ നമ്മുടെ അനീഷ് വന്നിട്ട് ഇത് തപ്പുകയാണ്, ഫുഡ് നോക്കുകയാണ്. പാവം പിന്നെ കുറച്ച് പഴങ്കഞ്ഞിയോ കഞ്ഞി ചോറോ മുളകും എടുത്ത് അതങ്ങ് കഴിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിങ്സ് വന്നു ആ ഒരു സംഭവം കണ്ടപ്പം. ആൻഡ് ദെൻ നമ്മുടെ നൂറ വരുന്നുണ്ട്. നൂറയും വന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള സംഭവം അടിയും കാര്യങ്ങളും ഒക്കെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കിച്ചൺ ക്യാപ്റ്റനിലെ ആര്യൻ, അക്ബർ, ദെൻ നമ്മുടെ നെവിനുണ്ട്. ഈ നെവിനാണ് മറ്റേ 2 എണ്ണത്തിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നൂറ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഫുഡ് ഉണ്ടാക്കാട്ടെ, എന്തുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കാത്തത്? അപ്പോൾ ആര്യൻ പറഞ്ഞു, ആര്യൻ നൂറയും തമ്മിൽ ഒരു ഫൈറ്റ് വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷേട്ടൻ, ഞാൻ പറഞ്ഞല്ലേ ഈ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പം ആര്യം വന്നിട്ട് പറയാം ബാത്റൂം കഴുകിയിട്ടില്ല എന്ന്. ഇവര് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എന്തിനാ ബാത്റൂം കഴുകിയിട്ടില്ല അങ്ങനെ ഇങ്ങനെയാ അനുമോൾ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഒരു ദിവസം പോലും അവർക്കൊരു ഫുഡ് ഇല്ലാതിരുന്നിട്ടില്ല. ഇവന്മാരൊരു പണിയും എടുക്കത്തില്ല അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അക്ബറും ആര്യനും കിച്ചണിലാണ് കേട്ടോ. മറ്റവൻ അപ്പോഴപ്പോലും കിച്ചണിൽ കയറിയിട്ടില്ല, ഫുഡ് കൊടുത്തിട്ടില്ലല്ലോ, അങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല. എന്നിട്ട് അക്ബർ ഈ നെവിൻ എന്ത് പറഞ്ഞാലും ഈ അക്ബർ നെവിൻ്റെ സൈഡിലോട്ടാണ് നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ ഈ നെവിൻ തണ്ടി പോയിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് പാലിനകത്തിട്ട് കുറച്ച് ബ്രെഡൊക്കെ ഇട്ടിട്ട് ഇവനങ്ങ് കുടിക്കുന്നു. ഇവൻ ആര്യന് കൊടുക്കുന്ന അക്ബറിനോട്. അക്ബർ ഒന്നും പറയാതെ കുടിക്കുന്നു. ആര്യന് കുറച്ചെങ്കിലും ഒരു ഇതുണ്ട്. ആര്യം പറയുന്നുണ്ട്, എനിക്ക് മനസ്സിൽ തോന്നുന്നില്ല, എനിക്ക് അവരാരും ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പം നെവിൻ ആര്യം പോയിട്ട് മറ്റുള്ളവരോടൊക്കെ സോറി പറയുന്നുണ്ട്, സോറി ഉണ്ട് ഞങ്ങളിങ്ങനെ ഇതായതുകൊണ്ട്. അപ്പം ആര്യൻ ആക്ച്വലി മറ്റേ ടാസ്ക് ഉണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിരുന്നത്. അപ്പോൾ ആ ടാസ്ക് ചെയ്തിട്ട് പുള്ളി ഭയങ്കര ടയേർഡായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ നേരം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അപ്പം ഇല്ലെങ്കിലും പിന്നീട് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷൻ നിൽക്കുന്ന ബോഡി പെയിൻ വരാൻ വേണ്ടി സാധ്യതയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സോറി എങ്കിലും പറയുന്നുണ്ട്. മറ്റവന്മാർക്ക് 2 പേർക്കും അങ്ങനെയില്ല. അത് കഴിഞ്ഞിട്ട് ഈ നെവിനാണ് അക്ബറിനോട് പറയുകയാണ്, ഇന്ന് ഒറ്റ കറി ഉണ്ടാക്കിയാൽ മതി, ഒറ്റ കറി ഉണ്ടാക്കിയാൽ മതി എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം ഓക്കെ അങ്ങനെ. അപ്പം ഷാനവാസ് വന്ന് നോക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഒറ്റ കറിയേ ഉള്ളൂ? ആ നെവിനാണ് ക്യാപ്റ്റൻ എങ്കിൽ ഒറ്റ കറിയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവനങ്ങ് ആകുവാണ് ഗൈസ്. ഞാൻ കാണുവാണെങ്കിൽ ചെപ്പക്കുറ്റിയൊക്കെ ഓർണം കൊടുത്താന് സീരിയസ്ലി. അപ്പോൾ അങ്ങനെ ഷാനവാസും നെവിനും തമ്മിലൊരു നല്ലൊരു അടിയും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവന്മാരെല്ലാം എല്ലാ കാര്യങ്ങളും ഈ ഫുഡിലാണ് ഇവന്മാരുടെ സാധനങ്ങളും ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെ ചായ ഉണ്ടാക്കിയിട്ട് നോർമലി ചായ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവരും പറയും ചായ ഉണ്ടാക്കിയിട്ടുണ്ട് വന്ന് കുടിക്കാൻ. ഇവന്മാർ വന്നിട്ട് ചായ ഉണ്ടാക്കിയപ്പോൾ നെവിൻ പറയുക, നമ്മൾ പറയൊന്നും വേണ്ട, വേണേ വന്നെടുത്ത് കുടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം എന്നിട്ട് അനുമോളുമായിട്ട് അക്ബർ അടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടല്ലേ നീ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം അനുമോൾ മുട്ട ഉണ്ടാക്കി കൊടുത്തു, അതോ അപ്പം അനുമോളുടെ അടുത്ത് പിന്നെയും ഇവൻ അടി ഉണ്ടാക്കുന്നില്ലേ? അപ്പം അപ്പോഴെന്താ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഇവനാണ്. അതവന് അറിയില്ല അതെങ്ങനെ തീർക്കണമെന്നുള്ളത്. സോ അതുകൊണ്ട് അവനിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു ടാസ്ക് വന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക, മുകളിൽ മാവെങ്ങാണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഒറ്റ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മറ്റേ ബോളില്ലേ,
ഇങ്ങനെ നമ്മൾ സ്മൈലിയുള്ള ബോൾ, ആ ബോൾ വെച്ച് എറിഞ്ഞെറിഞ്ഞ് ഇവരെ ഔട്ടാക്കാത്ത ആൾക്കാരെ ഔട്ടാക്കാനും പറ്റും. സോ ബിഗ് ബോസ് കഴിഞ്ഞ മറ്റേതിൽ കുറേ നേരം അവർ നിൽക്കുമെന്നൊന്നും വിചാരിച്ചില്ല, അതുകൊണ്ട് ഇച്ചിരി ടഫാക്കി കൊടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഷാനവാസിന് വയ്യാന്ന് പറഞ്ഞ് ഷാനവാസ് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ അനീഷ് ഇറങ്ങി, ദെൻ നെവിൻ കുറേ നേരം. അപ്പം നെവിൻ അവിടെ കിടന്ന് അയ്യോ ബൊത്തോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട് എന്താണ് ഇനിയിപ്പോൾ പെയിൻ തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇന്ന് പെണ്ണാണോ ആണാണോ എന്നൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. നെവിൻ അങ്ങ് കുറച്ച് കഴിയുമ്പോൾ ചാടി ഇറങ്ങി കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് ഒരു വരയൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്നേ നമ്മൾ എറിയാൻ പാടില്ല, ഇത് അനുമോളുടെ അടുത്ത് എന്നിട്ട് ഇവന് ബോൾ എടുത്ത് എറിയുന്ന. അനുമോളുടെ മണ്ടേ കുറേ ബോൾ കൊണ്ടിരുന്നു, അവളുടെ മുഖത്തൊക്കെ കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഈ മണ്ടയിൽ ഇങ്ങനെ മാവാണ്, മാവിൻ്റെ മണ്ടേ കുറേ ബോൾ കൊണ്ട് വയ്ക്കാം. അപ്പം ആ ഒരു വെയിറ്റ് കൊണ്ട് ഇവർക്ക് വിടാൻ പറ്റുമല്ലോ. അങ്ങനെ അതിപ്പം നമ്മുടെ ബിഗ് ബോസും പറയുന്നുണ്ട് ആ ഒരു ലൈൻ അപ്പുറത്തേക്ക് പോകല്ല. എന്നിട്ട് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ബാക്കിയിൽ നിന്ന് ഒറ്റ ഇടി കൊടുക്കാൻ തോന്നുന്നു ഇവനെ. അങ്ങനെ നമ്മുടെ അങ്ങനെ അനുമോള് കൈവിട്ടിറങ്ങി കഴിഞ്ഞ് ലാസ്റ്റ് ഇവർ ഈ ബോളെടുത്ത് അനുമോളും നെവിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു. സോ ഒന്നാമത്തെ പൊസിഷൻ വന്നേക്കുന്നത് ആര്യനാണ്. 2 നൂറ, ദെൻ 3 അക്ബർ, 7ാമത്തെ പൊസിഷൻ വന്നിട്ടുള്ള, അതായത് ഒന്നാമത്തെ പൊസിഷൻ നൂറ, 2ാമത്തെ പൊസിഷൻ ഒന്നാമത്തെ പൊസിഷൻ ആര്യൻ, 2ാമത്തെ പൊസിഷൻ നൂറ, ദെൻ അക്ബർ, അനുമോള്, ആദില, സാബു, നെവിൻ, അനീഷ്, ദെൻ ഷാനവാസ്. ഇങ്ങനെയാണ് ലെവൽസ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ നെവിൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അനുമോളെ അങ്ങ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ അനുമോൾക്ക് കുറച്ച് പീരിയഡ്സിൻ്റെ പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ജസ്റ്റ് കിടക്കുകയാണ്. അപ്പം നോർമലി അവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങുക നെവിൻ. അപ്പം നെവിനെയും ആരെയും ചേർന്നിട്ടാണ് വിളിച്ച് ഉണക്കം എണീപ്പിച്ചത്. അപ്പോഴേ ഇവൻ നോക്കുമ്പോൾ നമ്മുടെ അനുമോള് ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അനുമോൾ അതിന് മുന്നേ ആരിനോട് സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും ഉറങ്ങുമല്ല. അപ്പം പീരിയഡ്സ് പെയിൻ ആയതുകൊണ്ട് പുള്ളിക്കാരി കിടക്കുക. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൾ ഉറങ്ങുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് കപ്പിലിരിക്കുന്ന കുറച്ച് കപ്പിൽ വെള്ളം എടുത്ത് കൊടുക്കുന്ന ആര്യനാണ്. ഇവളുടെ മേത്തേക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അനുമോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ നിന്ന് ബോട്ടിലിരുന്ന വെള്ളം തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇവൻ അടുക്കളയിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇവളുടെ ബെഡിലും ഷീറ്റിലും എല്ലാം ഒഴിക്കുന്നത്. അങ്ങനെ അവിടെ ഭയങ്കര അടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാവുന്നു. അങ്ങനെ ഷീറ്റിൽ ഒഴിക്കുന്നു. അത് കഴിയുമ്പം നൂറ വന്നിട്ട് പക്ഷെ അനുമോള് ഒരു ഭയങ്കര ബ്രില്യൻ ഗെയിമാണ് കേട്ടോ. ബ്രില്യൻ ഗെയിമർ എന്ന് തന്നെ പറയാം. അനുമോൾ ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് എനിക്ക് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എങ്ങനെ ഇമോഷണലി ഇതാക്കാന്നുള്ളത്. ആൻഡ് അനീഷ് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ മേ ബി അനീഷ് അല്ലാതെ ആരും ഇപ്രാവശ്യം കപ്പ് കൊണ്ടുപോകത്തില്ല. അത് അക്ബർ അവിടെ പറയുന്നുണ്ട്. അനുമോള് കപ്പ് കൊണ്ടുപോകാനായിട്ട് ഉറച്ച് നിൽക്കുകയാണ്, എന്തായാലും അവൾ കൊണ്ടുപോകട്ടടാന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുന്നുണ്ട് കേട്ടാ. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ നൂറ വന്നിട്ട് വേറെ ബെഡൊക്കെ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അവൾ പറയുന്നത് വേണ്ട ഇതിവിടെ കിടന്നോട്ടെ, എന്നാലല്ലേ ഇമോഷണലി വർക്കൗട്ട് ആവത്തുള്ളൂ. പുള്ളിക്കാരി ആ ബെഡ് അവിടെ ഇട്ടു. പിന്നെ പുതപ്പ് അവിടെ പുതച്ചിട്ട് പുള്ളിക്കാരി എന്ത് വെച്ചാൽ വെളിയിൽ ആ വെയിലൊക്കെ കൊള്ളുന്ന ആ വെള്ള സെറ്റിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മുടെ നമ്മുടെ അനീഷ് ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ അനീഷ് ആ ഒരു സ്നേഹം ലൈക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അനീഷ് പറയില്ലേ ഒരു ക്രഷാ ആ സാധനമായിരിക്കാൻ തോന്നുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് ഭയങ്കര ഇതൊക്കെ വേണ്ട. അപ്പം ഇനിയിപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കൂടെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആദിലേനെ അനുമോളെയും നൂറേനെ നിങ്ങൾ ഇതിനു വേണ്ടി വരണ്ട, നിങ്ങൾ ഇതായിട്ട് വർത്താൻ പറഞ്ഞ് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്തുനിന്ന് ഒറ്റപ്പെട്ട്. അത് കഴിയുമ്പോഴാണ് ഈ ഷാനവാസും നമ്മുടെ ആര്യനും കൂടെ അക്ബറും ആര്യനും കൂടെ സംസാരിക്കുന്നത്. ശരിയാണ്, അവൾ ഇങ്ങനെ ഭയങ്കര ഡ്രാമയൊക്കെ ഇറക്കിയെങ്കിലും അവൾ അവിടെ പോയി കിടക്കും. അവളെ അപ്പം ആരും കാണാതെ അവിടെ ഒരു ചുവന്ന സെറ്റി ഉണ്ട്, അതിൻ്റെ കിടക്ക് കുഞ്ഞു സ്ഥലമുണ്ട്, നല്ല സ്ഥലമൊക്കെ ഉണ്ട്, കുഞ്ഞു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കിടന്ന് അവൾ ഉറങ്ങുകയാണ്. അപ്പം എന്തായാലും അനുമോള് പൊളിയാണ് കേട്ടാ, അനുമോള് പൊളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രാവശ്യം ഈ വീക്കിൽ മര്യാദക്ക് ഇരുന്നെങ്കിൽ അവൻ സാബുമോനെ ഔട്ടാക്കിയിട്ട് നെവിൻ അവിടെ നിന്നേനെ. പക്ഷേ ഈ നെവിൻ്റെ ചൊറി കാരണം അവൻ ഈ പ്രാവശ്യം ഔട്ടായി പോകും, എന്തായാലും പോകും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ചൊറിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവൻ. അപ്പം എന്തായാലും നമ്മൾ ആരും നെവിന് വോട്ട് ചെയ്യരുത് ഗൈസ്.
ഇതുപോലെ ഒരു ക്രിമിയനെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. സോ അനുമോളുടെ ഭാഗത്ത് ഞാൻ അതിന് ഒറ്റ ഇടിയും കൊടുത്തേനെ, പക്ഷെ അവൾ അത്രയും പിടിച്ച് നിന്നിട്ട് അത് മേ ബി കണ്ടന്റ് ആക്കിയുന്നുണ്ട്. സോ എന്തായാലും അനുമോളുടെ PR-നൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം കുറേ സാധനങ്ങളുണ്ട്, അനുമോള് കട്ടിലിനടിയിൽ ഉറക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇറക്കാം. സോ എന്തായാലും അനുമോൾക്ക് തന്നെയായിരിക്കാം കപ്പെന്ന് നമുക്ക് വിചാരിക്കാം. സോ എനിവേ അടുത്തൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത് വരയ്ക്കും. ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.